നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UK സർക്കാരിന്റെ അലംഭാവം തുറന്നു കാണിച്ച് മുൻ നാറ്റോ സെക്രട്ടറി ജനറലും മുൻ പ്രതിരോധ മന്ത്രിയുമായ ജോർജ് റോബർട്ട്സൺ. ബ്രിട്ടന്റെ ദേശീയ സുരക്ഷാ അപകടത്തിലാണ് എന്നും പ്രതിരോധ കാര്യങ്ങളിൽ സർക്കാർ അലംഭാവം കാണിച്ചുവെന്ന് ആരോപണം. കെയർ സ്റ്റാമർ ആവശ്യമായ നിക്ഷേപത്തിൽ മടി കാണിച്ചുവെന്ന് കുറ്റപ്പെടുത്തൽ. നിലവിൽ പ്രതിരോധ ചെലവ് GDPയുടെ 2.3% മാത്രമാണെന്നും ഭാവിയിൽ 3% വരെ ഉയർത്താനുമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് ആക്ഷേപം. ബ്രിട്ടനിലെ കുടിയേറ്റം നിയന്ത്രിക്കുവാനും ഖജനാവിന് ലാഭമുണ്ടാക്കാനുമാണ് ആഭ്യന്തര സെക്രട്ടറി ഷബാൻ മഹ്മൂദ് അവതരിപ്പിച്ച വിവാദ പദ്ധതികൾ പാളി. സെറ്റിൽഡ് സ്റ്റാറ്റസ് ലഭിക്കുവാനുള്ള കാലാവധി 5 നിന്ന് 10 വർഷമായി ഉയർത്തുന്നതിലൂടെ 1000 കോടി പൗണ്ട് ലാഭിക്കാമെന്ന ഷബാനിന്റെ അവകാശവാദം അടിസ്ഥാനരഹിതം. പദ്ധതിയിലൂടെ ഖജനാവിലുണ്ടാകാവുന്ന ലാഭം വെറും 60 കോടി പൗണ്ട് മാത്രം. ഷബാന മഹ്മൂദ് ഈ പരിഷ്കാരം കൊണ്ടുവന്നത് 3.5 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് വഴിയുണ്ടാകുന്ന ഭീമമായ ചിലവ് കുറയ്ക്കാൻ. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആശങ്ക വർദ്ധിക്കുന്നതായി HSBCയുടെ മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നീണ്ടുനിന്നാൽ അതിന്റെ ആഘാതം ലോകമൊട്ടാകെ വ്യാപിക്കുമെന്ന് ആശങ്ക. എണ്ണ, ലോഹങ്ങൾ, വളങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വസ്തുക്കളുടെ വില ഉയരുന്നത് നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുകയും വ്യാപാര ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നതായി അധികൃതർ. നിക്ഷേപകരും വ്യവസായികളും പണം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ കാത്തിരിപ്പ് നിലപാട് സ്വീകരിക്കുന്നത് നല്ലതാണെന്നും വിദഗ്ധർ. ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്ക 2 പുതിയ നിബന്ധനകൾ കൂടി മുന്നോട്ട് വെച്ചു. US മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇറാനെ പ്രതിനിധി സംഘം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയും തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരവും ഉറപ്പാക്കുക എന്നിവ. പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് ട്രംപ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ നയതന്ത്ര സംഘർഷം മുറുകുന്നു. നടന്നത് ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഉന്നതതല കൂടിക്കാഴ്ച. ചർച്ചകൾക്ക് പിന്നാലെ ഇറാനിയൻ പ്രതിനിധി സംഘത്തിന് നേരെ ഉയർന്ന സുരക്ഷാ ഭീഷണികൾ നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് വഴിവെച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ തലസ്ഥാനത്ത് നടന്ന ആദ്യവട്ട ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് സാമ്രാജ് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഗവർണർ സയ്യിദ് അതാ ഹസ്നായി. ആദ്യമായിട്ടാണ് BJPക്ക് ബീഹാറിൽ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. BJP നേതാക്കളും സഖ്യകക്ഷികളും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്തു. നിതീഷ് കുമാറിന്റെ നീണ്ട ഭരണത്തിന് ഇതോടെ വിരാമമായി. മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസിന്റെ രൂക്ഷ പ്രതികരണം. തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവാണ് പ്രധാനമന്ത്രിയുടെ ഒരേ ഒരു സവിശേഷതയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. പ്രധാനമന്ത്രി സ്ഥിരം നുണ പറയുന്ന വ്യക്തിയാണെന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായ സീറ്റ് വർധനവ് എന്ന വാഗ്ദാനം കേന്ദ്രം നടത്തുന്നില്ലെന്നും ബില്ലുകൾ അംബേദ്കർ ജയന്തി ദിനത്തിൽ പുറത്തിറക്കിയത് അപമാനകരമാണെന്നും ജയറാം രമേശ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഗവർണറുടെ നിർദ്ദേശം. ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നുമലിനാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി നാളെ കോളേജിൽ തെളിവെടുപ്പ് നടത്തും. വിദ്യാർത്ഥികളുടെ മൊഴി എടുക്കും. അന്വേഷണ സംഘ തലവൻ സർവകലാശാല ഗവേണിംഗ് കൗൺസിൽ അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠൻ. VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരില്ലെന്ന് രമേശ് ചെന്നിത്തല. UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും അതിനാൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു രീതിയുണ്ട് എന്നും മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ചെന്നിത്തല. വാർത്തകൾ വിശദമായി. ബ്രിട്ടന്റെ ദേശീയ സുരക്ഷാ അപകടത്തിലാണ് എന്നും പ്രതിരോധ കാര്യങ്ങളിൽ സർക്കാർ അലംഭാവം കാണിച്ചുവെന്നും മുൻ നാറ്റോ സെക്രട്ടറി ജനറലുമായ മുൻ പ്രതിരോധ മന്ത്രിയുമായ ജോർജ് റോബർട്ട്സൺ. സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ തയ്യാറാക്കിയ അദ്ദേഹം ട്രഷറിയിലെ സൈനികമല്ലാത്ത വിദഗ്ധരുടെ ഇടപെടലായും വിമർശിച്ചു. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആവശ്യമായ നിക്ഷേപത്തിൽ മടി കാണിച്ചുവെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന കുറ്റപ്പെടുത്തൽ. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച SDRലെ 62 ശുപാർശകളും നടപ്പാക്കുമെന്നും സർക്കാർ സമ്മതിച്ചു എങ്കിലും അതിന് ആവശ്യമായ 10 വർഷത്തെ നിക്ഷേപ പദ്ധതികൾ വൈകിയിരിക്കുകയാണ്. നിലവിൽ പ്രതിരോധ ചെലവ് GDPയുടെ 2.3% മാത്രമാണെന്നും ഭാവിയിൽ 3% വരെ ഉയർത്താനുമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നാറ്റോ കേന്ദ്രീകൃത പ്രതിരോധ നയം, യുദ്ധസജ്ജത, നാവികസേനയെ ഡ്രോണുകളും സബ്മറൈനുകളും ഉൾപ്പെടുത്തി നവീകരിക്കൽ തുടങ്ങിയവയാണ് SDRലെ പ്രധാന ലക്ഷ്യങ്ങൾ. അതേസമയം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതും റഷ്യ ഉക്രൈൻ യുദ്ധവും പശ്ചാത്തലമാക്കി നാറ്റോ രാജ്യങ്ങൾ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ശക്തമായി ഉയരുന്നുണ്ട്. 2035ഓടെ GDPയുടെ 5% വരെ പ്രതിരോധ സുരക്ഷാ ചെലവായി മാറ്റണമെന്നും
നാറ്റോ നേതാക്കൾ തമ്മിൽ ധാരണയുണ്ടായിരിക്കുമ്പോഴും യുഎസിന്റെ പിന്തുണ കുറയാനിടയുണ്ട് എന്ന മുന്നറിയിപ്പും ഉയർന്നു. ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന ആശങ്കയാണ് പ്രതിരോധ വിദഗ്ധർ ഉയർത്തുന്നത്. ബ്രിട്ടനിലെ കുടിയേറ്റം നിയന്ത്രിക്കുവാനും ഖജനാവിന് ലാഭമുണ്ടാക്കാനുമായി ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് അവതരിപ്പിച്ച വിവാദ പദ്ധതികൾ പാളുന്നതായി സൂചന. സെറ്റിൽഡ് സ്റ്റേറ്റ്സ് ലഭിക്കാനുള്ള കാലാവധി 5-ൽ നിന്നും 10 വർഷമായി ഉയർത്തുന്നതിലൂടെ 1000 കോടി പൗണ്ട് ലാഭിക്കാമെന്ന ഷബാനയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാകുന്നു. വെറും 60 കോടി പൗണ്ട് മാത്രമാണ് ഇതിലൂടെ ഖജനാവിലുണ്ടാകുന്ന ലാഭമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ കണ്ടെത്തൽ. ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിൽ എത്തിയ 3.5 ലക്ഷത്തോളം കുറഞ്ഞ വേതനക്കാരായ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് വഴിയുണ്ടാകുന്ന ഭീമമായ ചെലവ് കുറയ്ക്കാനാണ് ഷബാന മഹ്മൂദ് ഈ പരിഷ്കാരം കൊണ്ടുവന്നത്. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഇത്രയധികം കുറഞ്ഞ വേതനക്കാരായ കുടിയേറ്റക്കാർ ചുരുങ്ങിയ കാലയളവിൽ വന്നിട്ടില്ല എന്നും ഇത് നികുതിദായകരുടെ പണം അപഹരിക്കുകയാണെന്നും അവർ വാദിച്ചിരുന്നു. എന്നാൽ സർക്കാർ പുറത്തുവിട്ട മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ഡാറ്റകൾ തന്നെ ഈ കണക്കിനെ തള്ളിക്കളയുന്നതാണ്. കിങ്സ് കോളേജ് പ്രൊഫസറായ ജോ നാഥൻ പോർട്ടേഴ്സ് നടത്തിയ വിശകലനത്തിലാണ് സർക്കാരിന്റെ കണക്കിലെ പിഴവുകൾ പുറത്തുവന്നത്. ഷബാനയുടെ പദ്ധതി പ്രകാരം ഒരു കെയർ വർക്കറുടെ കാര്യത്തിൽ 2000 പൗണ്ട്, ആശ്രിതരുടെ കാര്യത്തിൽ 4000 പൗണ്ടും മാത്രമാണ് 10 വർഷത്തെ കാലയളവിൽ ലാഭിക്കാനാവുക. ഇത് മൊത്തമായി കണക്കാക്കിയാൽ സർക്കാർ അവകാശപ്പെട്ടതിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് ലഭിക്കുകയെന്നും ഇതോടെ ഷബാനയുടെ വാദങ്ങൾ പൊളിഞ്ഞതായും പ്രൊഫസർ ചൂണ്ടിക്കാട്ടി. സർക്കാരിനുള്ളിൽ നിന്നു തന്നെ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നിലവിൽ രാജ്യത്തുള്ളവർക്ക് കൂടി നിയമം ബാധകമാക്കുന്നത് ബ്രിട്ടനിൽ രീതിയല്ല എന്നും കളിക്കിടയിൽ ഗോൾ പോസ്റ്റ് മാറ്റുന്നതിന് തുല്യമാണെന്നും മുൻ ഉപപ്രധാനമന്ത്രി ആഞ്ചല റേനെ വിമർശിച്ചു. ആഭ്യന്തര സെക്രട്ടറിയുടെ പിടിവാശിക്കെതിരെ ലേബർ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം എംപിമാർ ഇപ്പോൾ പരസ്യമായി രംഗത്തുണ്ട്. തങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയാണ് ഇത്തരമൊരു പരിഷ്കാരം നടപ്പിലാക്കിയതെന്ന പരാതി ഭരണകക്ഷിയിൽ ഭിന്നതയുണ്ടാക്കിയിരിക്കുകയാണ്. അതേസമയം കുടിയേറ്റക്കാരുടെ മൊത്തം ആയുഷ്കാല ചിലവാണ് തങ്ങൾ ഉദ്ദേശിച്ചതെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാനുള്ള അവസരം സ്വയം സമ്പാദിക്കേണ്ട ഒന്നാണെന്നും അത് സ്വാഭാവികമായി ലഭിക്കേണ്ട ഒന്നല്ല എന്നും മന്ത്രാലയം വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും സ്വന്തം കണക്കുകൾ പിഴച്ചതോടെ ലേബർ പാർട്ടിയിലെ വിമതർ ഈ അവസരം ഷബാനയ്ക്കെതിരെ ആയുധമാക്കാനാണ് സാധ്യത. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആശങ്ക വർദ്ധിക്കുന്നതായി HSBC മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നീണ്ടുനിന്നാൽ അതിന്റെ ആഘാതം ലോകമൊട്ടാകെ വ്യാപിക്കുമെന്ന ആശങ്കയാണ് ബാങ്ക് ഉന്നയിക്കുന്നത്. എണ്ണ, ലോഹങ്ങൾ, വളങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വസ്തുക്കളുടെ വില ഉയരുന്നത് നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുകയും വ്യാപാര ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നതായി അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇതോടെ നിക്ഷേപകരും വ്യവസായികളും പണം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ കാത്തിരിപ്പ് നിലപാട് സ്വീകരിക്കുന്നതാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ചില സമ്പന്ന നിക്ഷേപകർ ഏഷ്യൻ നഗരങ്ങളിലേക്കുള്ള മാറ്റം പോലും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ബ്രന്റ് ക്രൂഡ് വില 100 കടന്നതോടെ വിപണിയിൽ വലിയ ചാഞ്ചാട്ടം അനുഭവപ്പെടുകയാണെന്നും പിന്നീട് ചെറിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ എന്നിവിടങ്ങളിലെ തൊഴിൽ വിപണി മന്ദഗതിയിലാണ് എന്നും 2022-23 കാലത്തെ അപേക്ഷിച്ച് ശമ്പള വർധനവ് കുറഞ്ഞതായും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ പുതിയ നിയമനങ്ങളിൽ സൂക്ഷ്മത പാലിക്കുകയാണ് എന്ന സൂചനകളും നിലവിലുണ്ട്. യുദ്ധത്തിന്റെ ആഘാതം ഗതാഗതത്തിലും വ്യവസായ മേഖലകളിലും വ്യക്തമായി പ്രകടമാകുന്നുണ്ട്. വിമാന ഇന്ധന വില ഇരട്ടിയിലധികം ഉയർന്നതോടെ എയർലൈൻ കമ്പനികൾക്ക് ചെലവ് ഭാരം കൂടിയിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾ കുടുങ്ങിയതും ചരക്കു ഗതാഗതം വൈകുന്നതും ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ആശ്രയിക്കുന്ന വസ്ത്രനിർമ്മാണ മേഖലയിലെ ചെലവ് 10 മുതൽ 15% വരെ ഉയർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പ്രവണത തുടർന്നാൽ ഉപഭോക്താക്കൾക്ക് വില വർധനവ് നേരിടേണ്ടി വരുമെന്നും ഊർജ്ജ വില ഉയർച്ച മൂലം വിലക്കയറ്റം കൂടുകയും ആഗോള വളർച്ച മന്ദഗതിയിലാക്കാനും സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇംഗ്ലണ്ടിൽ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ പുതിയ നടപടിയുമായി സർക്കാർ രംഗത്ത്. ആരോഗ്യമന്ത്രി വെസ്റ്റ് സ്ട്രീറ്റ് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണനയും അനീതിയും അവസാനിപ്പിക്കണമെന്നും വ്യക്തമാക്കി. NHS സ്ത്രീകളെ വിവേചനത്തോടെ കാണുന്നതായും അവരുടെ വേദനയും ലക്ഷണങ്ങളും പലപ്പോഴും ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇതിന്റെ ഭാഗമായി ഗർഭനിരോധന ഉപകരണങ്ങൾ സ്ഥാപിക്കൽ പോലുള്ള ചികിത്സകൾക്കിടെ നിർബന്ധമായും പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരും. എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾക്ക് രോഗനിർണയം നേടാൻ വർഷങ്ങൾ വൈകുന്ന പ്രശ്നം പരിഹരിക്കുവാനും നടപടി ഉണ്ടാകും. സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ ആരോഗ്യ സേവനങ്ങളുടെ ഫണ്ടിങ്ങുമായി ബന്ധിപ്പിക്കുന്ന പരീക്ഷണ പദ്ധതികൾ നടപ്പാക്കും. സേവനം തൃപ്തികരമല്ല എങ്കിൽ പണം അടയ്ക്കുന്നത് നിഷേധിക്കാൻ പോലും സ്ത്രീകൾക്ക് അധികാരം നൽകും. കൂടാതെ ഗൈനക്കോളജി ചികിത്സയ്ക്ക് കാത്തിരിക്കുന്ന ഏകദേശം 5 ലക്ഷം സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ പുതിയ റഫറൽ സംവിധാനം ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളും.
സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയും ചികിത്സയും രോഗനിർണയവും വേഗത്തിലാക്കാൻ ക്ലിനിക്കൽ മാർഗരേഖയുടെ പുനഃസംഘടനയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗർഭനഷ്ടം ആവർത്തിക്കുന്ന കുടുംബങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതും പരിഗണനയിലാണ്. സ്ത്രീകളുടെ ശബ്ദം കേൾക്കപ്പെടുകയും മാന്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതിനിടെ പുതിയ പദ്ധതികളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ മുൻപ് ആരംഭിച്ച പദ്ധതികൾ കുറയ്ക്കണമെന്ന ആശങ്ക വിവിധ ആരോഗ്യ സംഘടനകൾ പങ്കുവച്ചു. ഇംഗ്ലണ്ടിലെ സ്കൂൾ ഭക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചു. പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഡീപ് ഫ്രൈ ഭക്ഷണങ്ങൾ നിരോധിക്കുകയും പഞ്ചസാര കൂടുതലുള്ള വിഭവങ്ങൾ കർശനമായി നിയന്ത്രിക്കുകയും ചെയ്യും. ആഴ്ചയിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും മധുര പലഹാരങ്ങൾക്ക് പകരം പഴങ്ങൾ നൽകും. സോസേജ് റോൾ, പിസ്സ തുടങ്ങിയ ഭക്ഷണങ്ങൾ ദിവസേന നൽകുന്നത് അവസാനിപ്പിക്കും. കുട്ടികളുടെ ആരോഗ്യവും പോഷകാഹാരവും മെച്ചപ്പെടുത്തുകയാണ് ഈ മാറ്റങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. ഈ മാറ്റങ്ങൾ അനുസരിച്ച് ഡെസേർട്ടുകൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. കൂടാതെ കൂടുതൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. പ്രൈമറി സ്കൂൾ കുട്ടികൾ 3-ൽ ഒരാളെങ്കിലും അമിതഭാരമുള്ളവരാണെന്നും പഞ്ചസാര ഏറിയ ഭക്ഷണങ്ങൾ മൂലം പല്ല് നശിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നതായും സർക്കാർ ചൂണ്ടിക്കാട്ടി. സ്കൂൾ അവരുടെ മെനുകൾ ഓൺലൈൻ പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2027 സെപ്റ്റംബർ മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. അതേസമയം ഈ പദ്ധതിക്ക് പിന്തുണയോടൊപ്പം ആശങ്കകളും ഉയർന്നുണ്ട്. സ്കൂൾ ഭക്ഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നത് സ്വാഗതം ചെയ്യുന്നു എങ്കിലും അധിക ചിലവുകൾ നിറവേറ്റാൻ കൂടുതൽ ഫണ്ടിംഗ് അനിവാര്യമാണെന്ന് വിദ്യാഭ്യാസ സംഘടനകൾ വ്യക്തമാക്കി. നിലവിലെ ധനസഹായം മതിയാകാത്തതിനാൽ സ്കൂളുകൾക്ക് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കേണ്ടി വരുന്നതായ വിമർശനം ഉയരുന്നുണ്ട്. സർക്കാർ അതിരുകടന്ന നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് എന്ന ആരോപണവും ചില കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇത് ഏറെ വൈകിയെങ്കിലും സ്വാഗതാർഹമായ നടപടിയാണ് എന്ന അഭിപ്രായം ശക്തമാണ്. ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. എന്നാൽ പാകിസ്ഥാനിൽ വെച്ച് വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അമേരിക്ക 2 പുതിയ നിബന്ധനകൾ കൂടി മുന്നോട്ട് വെച്ചതായാണ് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇറാനിയൻ പ്രതിനിധി സംഘം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ഉറപ്പാക്കുക എന്നിവയാണ് US മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വം സൈനിക വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കരാറിലെത്തുന്നതിന് തടസ്സമാകും എന്ന ആശങ്കയാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇസ്ലാമാബാദിൽ വെച്ച് നടക്കാനിരിക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിലൂടെ ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്താനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. നിലവിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ഒരു നയതന്ത്ര പരിഹാരം അത്യാവശ്യമാണ് എന്ന് ഇറാനിയൻ ഭരണകൂടത്തിനുള്ളിലും അഭിപ്രായമുണ്ട്. ഇറാനുമായുള്ള പുതിയ ഘട്ട ചർച്ചകൾ 2 ദിവസത്തിനുള്ളിൽ പുനരാരംഭിക്കുമെന്ന് ട്രംപ് അറിയിച്ചു. ശരിയായ അനുയോജ്യരായ ആളുകൾ വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടുവെന്നും ഒരു കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ അവർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ പുതിയ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും നിയന്ത്രണങ്ങളില്ലാതെ തുറന്നു കൊടുക്കണമെന്ന് വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടതായി നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളുടെയും ടാങ്കറുകളുടെയും സഞ്ചാരം ഇനിയും ഇറാൻ തടയുകയാണ് എങ്കിൽ ഇറാനിയൻ കപ്പലുകളെയും ആ വഴിയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് US മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഇസ്ലാമാബാദിൽ പുനരാരംഭിക്കുമെന്ന സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കാമെന്നും കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു, നിങ്ങൾ ഇസ്ലാമാബാദിൽ തുടരണം, ന്യൂയോർക്ക് പോസ്റ്റിലുള്ള അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം ഇസ്ലാമാബാദിൽ തന്നെ ചർച്ചകൾ നടത്തുമോ എന്നത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ചർച്ച പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണം എത്തിയിട്ടില്ല. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ ചർച്ചയിൽ ഇറാനും US-ഉം തമ്മിൽ തർക്കം പരിഹരിക്കുന്നതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നും ഇരുപക്ഷവും പറഞ്ഞിരുന്നു. താൽക്കാലിക വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുൻപായി തന്നെ 2ാം ഘട്ട ചർച്ച നടക്കുമെന്നാണ് സൂചന. ആദ്യ 24 മണിക്കൂറിൽ ഒരു കപ്പലിനും US ഉപരോധം മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് US സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത്. 6 ചരക്ക് കപ്പലുകളെ തിരികെ അയച്ചതായും US സൈന്യം അറിയിച്ചു. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ കപ്പലുകളെ തടയുന്ന ദൗത്യത്തിൽ 10,000-ത്തിലധികം US നാവികർ, മറീൻ കോർപ്സ് അംഗങ്ങൾ
എയർമെൻ എന്നിവരും 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളും ഡസൻ കണക്കിന് വിമാനങ്ങളും പങ്കാളികളാണ്. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലിനും US ഉപരോധം മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ 6 ചരക്ക് കപ്പലുകൾ ഒമാൻ ഉൾക്കടലിലൂടെ ഒരു ഇറാനിയൻ തുറമുഖത്തേക്ക് തിരികെ അയച്ചു. അറേബ്യൻ ഉൾക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും ഇറാനിയൻ തുറമുഖങ്ങളിലും തീരദേശങ്ങളിലും പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ ആയ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെയും ഈ ഉപരോധം നടപ്പാക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാനില്ലാത്ത തുറമുഖങ്ങളിലേക്ക് പുറത്തേക്കും സഞ്ചരിക്കുന്ന കപ്പലുകളെ തടയില്ല എന്ന് US സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ നയതന്ത്ര സംഘർഷം മുറുകുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ തലസ്ഥാനത്ത് നടന്ന ചർച്ചകൾ ഒരു വഴിത്തിരിവുമില്ലാതെയാണ് അവസാനിച്ചത്. ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ആദ്യത്തെ നേരിട്ടുള്ള ഉന്നതതല കൂടിക്കാഴ്ചയായിരുന്നു ഇത്. എന്നാൽ ചർച്ചകൾക്ക് പിന്നാലെ ഇറാനിയൻ പ്രതിനിധി സംഘത്തിന് നേരെ ഉയർന്ന സുരക്ഷാ ഭീഷണികൾ നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് വഴിവെച്ചത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേർ ഖാബിയും ഉൾപ്പെട്ട സംഘത്തിന് നേരെയാണ് നേരിട്ടുള്ള സുരക്ഷാ ഭീഷണികൾ ഉണ്ടായത്. തങ്ങളുടെ വിമാനം ആകാശത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടേക്കാം എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഇസ്ലാമാബാദിലേക്കുള്ള യാത്രക്കിടെ തന്നെ ലഭിച്ചതായും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കി. ഇതേ തുടർന്ന് കടുത്ത ജാഗ്രതയിലാണ് പ്രതിനിധി സംഘം ചർച്ചകളിൽ പങ്കെടുത്തത്. ചർച്ചകൾക്ക് ശേഷമുള്ള ഇവരുടെ മടക്കയാത്ര അതീവ രഹസ്യമായാണെന്നും ഇറാൻ അധികൃതർ ആസൂത്രണം ചെയ്തത്. മടക്കയാത്രയിൽ സുരക്ഷ കണക്കിലെടുത്ത് ഇറാനിയൻ സംഘം പാതി വഴിയിൽ വെച്ച് തങ്ങളുടെ വിമാനം രഹസ്യമായി മാറ്റുകയായിരുന്നു. പ്രതിനിധി സംഘം സഞ്ചരിച്ച വിമാനം പെട്ടെന്ന് വഴിതിരിച്ചു വിടുകയും ഇറാനിലെ മഖ്ഹദ് നഗരത്തിൽ അടിയന്തരമായി ഇറക്കുകയും ചെയ്തു. അവിടെ നിന്നും ബസ്, ട്രെയിൻ, കാർ എന്നിവ വഴി വിവിധ മാർഗങ്ങളിലൂടെയാണ് വിദേശകാര്യമന്ത്രിയും സംഘവും സുരക്ഷിതരായി ടെഹ്റാൻ എത്തിയത്. അമേരിക്കയെ ഒട്ടും വിശ്വസിക്കുന്നില്ലെന്നും വഞ്ചനാപരമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെന്നും ഇറാൻ വ്യക്തമാക്കി. സമാധാന ചർച്ചകൾക്കിടയിലും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണ് എന്നും അടുത്ത ഘട്ട യുദ്ധത്തിനായി രാജ്യം തയ്യാറെടുക്കുകയാണെന്നും മുഹമ്മദ് മരാണ്ടി വ്യക്തമാക്കി. ചർച്ചാ മേശയിലിരിക്കുമ്പോഴും അമേരിക്കയിൽ നിന്നും വിശ്വാസവഞ്ചന മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാണ് ടെഹ്റാൻ സർവകലാശാല പ്രൊഫസർ കൂടിയായ മരാണ്ടി ലെബനീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.63 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 93.39 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.12 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.81 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. മുതിർന്ന BJP നേതാവ് സാമ്രാജ് ചൗധരി ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെക്കുമെന്നും നിതീഷ് കുമാറിന്റെ നീണ്ട ഭരണത്തിന് വിരാമമിടുകയും ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സയ്യിദ് അതാർ ഹസ്നൈൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP നേതാക്കളും സഖ്യകക്ഷികളും ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് BJPക്ക് ബീഹാറിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. നിതീഷ് മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന സാമ്രാജ് ചൗധരി മുഖ്യമന്ത്രിക്കൊപ്പം വിജേന്ദ്ര പ്രസാദ് യാദവ്, വിജയ് കുമാർ ചൗധരി എന്നീ JDU നേതാക്കൾ ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. മുംഗേറിലെ താരാപൂരിൽ നിന്നുമുള്ള നിയമസഭാ അംഗമായ 57-കാരനാണ് സാമ്രാജ് ചൗധരി. ബീഹാറിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ ശകുനി ചൗധരിയുടെ മകനാണ്. RJDയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച സാമ്രാജ് 2014 JDUവിൽ ചേർന്നു. 2017 BJPയിലേക്ക് മാറി. 2023 പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായി. പിന്നാക്ക സമുദായത്തിൽ നിന്നുമുള്ള നേതാവാണ്. മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ ഒരേ ഒരു സവിശേഷത തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവാണെന്നും ജയറാം രമേശ് പറഞ്ഞു. പ്രധാനമന്ത്രി സ്ഥിരം നുണ പറയുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പുറത്തുനിന്ന് വന്ന ബില്ലുകൾ മുൻ ഉറപ്പുകൾക്ക് വിരുദ്ധമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായ സീറ്റ് വർധനവ് എന്ന വാഗ്ദാനം കേന്ദ്രം നടത്തുന്നില്ല. ബില്ലുകൾ അംബേദ്കർ ജയന്തി ദിനത്തിൽ പുറത്തിറക്കിയത് അപമാനകരമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു വ്യക്തമാക്കിയിട്ടുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പാക്കിയതിന്റെ പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യത്തിൽ നഷ്ടം സംഭവിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനിതാ സംവരണ ബില്ലിനെ ഒരു പാർട്ടിയും എതിർക്കുന്നില്ല എന്നും റിജ്ജു കൂട്ടിച്ചേർത്തു. വനിതാ സംവരണം രാഷ്ട്രീയ വിഷയമാകാൻ പാടില്ല.
40 വർഷമായി കാത്തിരിക്കുന്നു. സംവരണ പ്രക്രിയ ഇനിയും വൈകുന്നത് വേദനാജനകമായിരിക്കുമെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. 3 ബില്ലുകളാണ് 16-ന് തുടങ്ങുന്ന പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയർന്നിട്ടും രാജ്യത്തെ പെട്രോൾ, ഡീസൽ, ചില്ലറ വിൽപ്പന ഇനിയും ഉയർത്താത്തത് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ നഷ്ടം കൂട്ടുന്നു. പുതിയ കണക്കുകൾ അനുസരിച്ച് അണ്ടർ റിക്കവറി എന്ന രീതിയിൽ പെട്രോൾ ലിറ്ററിന് 18 രൂപയും ഡീസൽ ലിറ്ററിന് 35 രൂപ വരെയും നഷ്ടമുണ്ടാകുന്നതായി കണക്ക്. 1 ദശാബ്ദം മുൻപാണ് അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണവിലയ്ക്കനുസരിച്ച് രാജ്യത്തെ പെട്രോൾ, ഡീസൽ വില പരിഷ്കരിക്കുന്ന രീതി നടപ്പാക്കിയത്. എന്നാൽ 2022 ഏപ്രിലിന് ശേഷം ഇന്ധനവില മാറ്റാതെ നിലനിർത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര എണ്ണവില കൂടുമ്പോഴും കുറയുമ്പോഴും എക്സൈസ് തീരുവ ക്രമീകരിച്ച് സർക്കാർ വിപണിയിലെ വില മാറ്റാതെ നിലനിർത്തുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 50% വരെ ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള ആക്രമണം തുടങ്ങിയ സമയത്ത് $65 മുതൽ $70 വരെയായിരുന്നു അസംസ്കൃത എണ്ണവില. ഇപ്പോഴിത് വീപ്പയ്ക്ക് $95-നും $110 ഇടയിലേക്ക് നീങ്ങുകയാണ്. പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അസംസ്കൃത എണ്ണവില വർധനവിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് പകുതിയിൽ ദിവസം 2400 കോടി രൂപയുടെ നഷ്ടം നേരിട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ 10 രൂപ വീതം കുറച്ചതിനു ശേഷമാണ് ദിവസം 1600 കോടി രൂപയായി താഴ്ന്നു. ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ കമ്പനികളിൽ ഉണ്ടാക്കിയ ലാഭം മുഴുവൻ മാർച്ചിൽ നഷ്ടമായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ 4 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നതും ഇന്ധനവില ഉയർത്താതിരിക്കാൻ കാരണമായി. ഏപ്രിൽ 29-ന് പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ വില വർധനവ് നടപ്പാക്കിയേക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന്റെ 88% എണ്ണയും ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടാകുന്ന ഏതും മാറ്റവും വിപണിയെ ബാധിക്കുക. മൊത്തം ഇറക്കുമതിയുടെ 45% വരെ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. 35% വിഹിതവുമാണ് റഷ്യയിൽ മുന്നിൽ നിൽക്കുന്നത്. അമേരിക്കയിൽ നിന്നും 6% എണ്ണ വാങ്ങുന്നുണ്ട്. യുദ്ധത്തെ തുടർന്ന് ഹോർമോസ് കടലിടുക്കിൽ ചരക്കുനീക്കം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നടക്കം ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശിച്ച് ഗവർണർ. ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നുമലിനാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം VC മോഹൻ കുന്നുമൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി നാളെ കോളേജിൽ തെളിവെടുപ്പ് നടത്തും. വിദ്യാർത്ഥികളുടെ മൊഴിയും രേഖപ്പെടുത്തും. സർവകലാശാല ഗവേണിംഗ് കൗൺസിൽ അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠനാണ് അന്വേഷണ സംഘത്തലവൻ. തിരുവനന്തപുരം ചാലക്കടവ് സ്വദേശിയായ നിതിൻ രാജ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. വെള്ളിയാഴ്ചയാണ് കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണ നിലയിൽ നിതിനെ കണ്ടത്. ഉടൻ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോളേജിലെ അധ്യാപകർ നിതിനെ മാനസികമായി ഉപദ്രവിച്ചിരുന്നു എന്നും അധിക്ഷേപിച്ചിരുന്നു എന്നുമാണ് കുടുംബം പരാതി ഉന്നയിച്ചിരുന്നു. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം പ്രതികരിച്ചു. നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ അന്വേഷണ വിധേയമായി കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരില്ലെന്ന് രമേശ് ചെന്നിത്തല. വിഷുവിശേഷങ്ങൾ പങ്കുവച്ച് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വലിയ പ്രതീക്ഷയുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു രീതിയുണ്ട്. CPM-നെ പോലെ ഒരു നേതാവിനെ മാത്രം മുന്നിൽ നിർത്തില്ല. മുഖ്യമന്ത്രി MLA-മാരിൽ നിന്നാണോ അല്ലയോ എന്നതടക്കം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കേരളത്തിൽ UDF തീർച്ചയായും സർക്കാർ രൂപീകരിക്കും. 10 വർഷത്തെ സർക്കാരിന്റെ ദുർഭരണം കാരണം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ ജനങ്ങൾ CPM-ന് ഉചിതമായ മറുപടി നൽകും. UDF-ന് നല്ല ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. തിരുവാഭരണത്തിനൊപ്പമുള്ള കാണിപ്പൊന്ന് കാണാതായതിനെ തുടർന്ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നാടകീയ രംഗങ്ങൾ. രാവിലെ തൊഴാനെത്തിയ ആൾ അബദ്ധത്തിൽ പോക്കറ്റിലിട്ട് കൊണ്ടുപോയ കാണിപ്പൊന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. അശ്വാരൂഢനായ അയ്യപ്പന്റെ രൂപമാണ് കാണിപ്പൊന്ന്. വിഷുദിനത്തിൽ ചാർത്താൻ തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരം ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നു. സംഭവത്തിൽ CCTV അടക്കം പരിശോധിച്ചപ്പോഴാണ് തൊഴാനായി എത്തിയ ആൾ പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നത് കണ്ടെത്തിയത്. അതേസമയം അബദ്ധത്തിൽ കൊണ്ടുപോയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇനി സ്പോർട്സ്.
കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 32 റൺസിന്റെ മിന്നും ജയവുമായി ചെന്നൈ സൂപ്പർ കിങ്സ്. ചെന്നൈ മുന്നോട്ട് വെച്ച 199 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് 7 വിക്കറ്റിൽ 160 റൺസാണ് നേടാനായത്. 4 ഓവറിൽ 21 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയ നൂർ അഹമ്മദാണ് മത്സരം ചെന്നൈക്ക് അനുകൂലമാക്കിയത്. കൊൽക്കത്ത നിരയിൽ രമൺദീപ് സിംഗ് 35 റൺസും റോവ്മാൻ പവൽ 31 റൺസും അജിങ്ക്യ രഹാന 28 റൺസും അൻക്രിഷ് രഘുവൻഷി 27 റൺസും സുനിൽ നേരെ 24 റൺസും നേടി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 192 റൺസ് നേടിയത്. 32 പന്തിൽ 3 സിക്സറും 4 ഫോറും അടക്കം 48 റൺസ് നേടിയ സഞ്ജു സാംസൺ തന്നെയാണ് ടോപ്പ് സ്കോറർ. ആയുഷ് പാത്രെ 17 പന്തിൽ 2 സിക്സറും 6 ഫോറുകളും അടക്കം 38 റൺസ് നേടി. ഡെവാൾഡ് ബ്രസ് 29 പന്തിൽ 2 സിക്സും 4 ഫോറുകളും അടക്കം 41 റൺസ് നേടി. സർഫാസ് ഖാൻ 23 റൺസ് നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK സർക്കാരിന്റെ അലംഭാവം തുറന്നു കാണിച്ച് മുൻ നാറ്റോ സെക്രട്ടറി ജനറലും മുൻ പ്രതിരോധ മന്ത്രിയുമായ ജോർജ് റോബർട്ട്സൺ. ബ്രിട്ടന്റെ ദേശീയ സുരക്ഷാ അപകടത്തിലാണ് എന്നും പ്രതിരോധ കാര്യങ്ങളിൽ സർക്കാർ അലംഭാവം കാണിച്ചുവെന്ന് ആരോപണം. കെയർ സ്റ്റാമർ ആവശ്യമായ നിക്ഷേപത്തിൽ മടി കാണിച്ചിരുന്ന കുറ്റപ്പെടുത്തൽ. നിലവിൽ പ്രതിരോധ ചെലവ് GDPയുടെ 2.3% മാത്രമാണെന്നും ഭാവിയിൽ 3% വരെ ഉയർത്താനുമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് ആക്ഷേപം. ബ്രിട്ടനിലെ കുടിയേറ്റം നിയന്ത്രിക്കുവാനും ഖജനാവിന് ലാഭമുണ്ടാക്കാനുമാണ് ആഭ്യന്തര സെക്രട്ടറി ഷബാൻ മഹ്മൂദ് അവതരിപ്പിച്ച വിവാദ പദ്ധതികൾ പാളി. സെറ്റിൽഡ് സ്റ്റാറ്റസ് ലഭിക്കുവാനുള്ള കാലാവധി 5 നിന്നും 10 വർഷമായി ഉയർത്തുന്നതിലൂടെ 1000 കോടി പൗണ്ട് ലാഭിക്കാമെന്ന ഷബാനയുടെ അവകാശവാദം അടിസ്ഥാനരഹിതം. പദ്ധതിയിലൂടെ ഖജനാവിലുണ്ടാകാവുന്ന ലാഭം വെറും 60 കോടി പൗണ്ട് മാത്രം. ഷബാന മഹ്മൂദ് ഈ പരിഷ്കാരം കൊണ്ടുവന്നത് 3.5 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് വഴിയുണ്ടാകുന്ന ഭീമമായ ചിലവ് കുറയ്ക്കാൻ. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആശങ്ക വർദ്ധിക്കുന്നതായി HSBCയുടെ മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നീണ്ടുനിന്നാൽ അതിന്റെ ആഘാതം ലോകമൊട്ടാകെ വ്യാപിക്കുമെന്ന് ആശങ്ക. എണ്ണ, ലോഹങ്ങൾ, വളങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വസ്തുക്കളുടെ വില ഉയരുന്നത് നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുകയും വ്യാപാര ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നതായി അധികൃതർ. നിക്ഷേപകരും വ്യവസായികളും പണം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ കാത്തിരിപ്പ് നിലപാട് സ്വീകരിക്കുന്നത് നല്ലതാണെന്നും വിദഗ്ധർ. ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്ക 2 പുതിയ നിബന്ധനകൾ കൂടി മുന്നോട്ട് വെച്ചു. US മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇറാനെ പ്രതിനിധി സംഘം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയും തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരവും ഉറപ്പാക്കുക എന്നിവ. പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് ട്രംപ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ നയതന്ത്ര സംഘർഷം മുറുകുന്നു. നടന്നത് ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഉന്നതതല കൂടിക്കാഴ്ച. ചർച്ചകൾക്ക് പിന്നാലെ ഇറാനിയൻ പ്രതിനിധി സംഘത്തിന് നേരെ ഉയർന്ന സുരക്ഷാ ഭീഷണികൾ നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് വഴിവെച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ തലസ്ഥാനത്ത് നടന്ന ആദ്യവട്ട ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് സാമ്രാജ് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഗവർണർ സയ്യിദ് അതാ ഹസ്നായി. ആദ്യമായിട്ടാണ് BJPക്ക് ബീഹാറിൽ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. BJP നേതാക്കളും സഖ്യകക്ഷികളും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്തു. നിതീഷ് കുമാറിന്റെ നീണ്ട ഭരണത്തിന് ഇതോടെ വിരാമമായി. മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസിന്റെ രൂക്ഷ പ്രതികരണം. തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവാണ് പ്രധാനമന്ത്രിയുടെ ഒരേ ഒരു സവിശേഷതയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. പ്രധാനമന്ത്രി സ്ഥിരം നുണ പറയുന്ന വ്യക്തിയാണെന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായ സീറ്റ് വർധനവ് എന്ന വാഗ്ദാനം കേന്ദ്രം നടത്തുന്നില്ലെന്നും ബില്ലുകൾ അംബേദ്കർ ജയന്തി ദിനത്തിൽ പുറത്തിറക്കിയത് അപമാനകരമാണെന്നും ജയറാം രമേശ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഗവർണറുടെ നിർദ്ദേശം. ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നുമലിനാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി നാളെ കോളേജിൽ തെളിവെടുപ്പ് നടത്തും. വിദ്യാർത്ഥികളുടെ മൊഴി എടുക്കും. അന്വേഷണ സംഘ തലവൻ സർവകലാശാല ഗവേണിംഗ് കൗൺസിൽ അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠൻ. VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരില്ലെന്ന് രമേശ് ചെന്നിത്തല. UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും അതിനാൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു രീതിയുണ്ട് എന്നും മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ചെന്നിത്തല. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.